ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നുമില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടീ കേക്കാണ്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു യെല്ലോ കേക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം. പിന്നെ ആ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷനും എല്ലാവരും കൊടുക്കണേ. അപ്പോൾ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. അടുത്ത ഞാൻ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് ഓരോ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബൗൾ എടുക്കുമ്പോൾ ഒട്ടും നനവില്ലാത്ത ബൗൾ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഫ്ലഫി ആയി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതിൽ നമ്മൾ എഗ് വൈറ്റ് എടുക്കുമ്പോൾ മഞ്ഞ വീഴാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാനതിവിടെ പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് അളവിൽ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വീതം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എഗ് വൈറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് യെല്ലോ എടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വാനില എസൻസും ഐസ്ക്രീം എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത് രണ്ടും നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/4 ടീസ്പൂൺ അളവിൽ ഐസ്ക്രീം എസൻസും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം കേട്ടോ. നമ്മൾ ഈ ബേക്കറിയിലൊക്കെ കൂടുതലും ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസ് അതുപോലെ തന്നെ ഐസ്ക്രീം എസൻസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് 1/4 കപ്പ് അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു മഞ്ഞ എല്ലാം മാറി ഒരു വെള്ള കളറിലായി കിട്ടണം. ആ ഒരു ഇത് നമ്മൾ എഗ്ഗിൻ്റെ മഞ്ഞ ഒരു വെള്ള കളറിലാവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതവിടെ ഇത് വെള്ള കളറിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വീതം ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് കട്ടിയാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് അളവിൽ ചെറു ചൂട് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി പാല് കട്ടി നല്ല കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1/4 കപ്പ് അളവിൽ ചെറു ചൂട് പാലും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വീതം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ വലിയ പാത്രത്തിലാണ് ഇതുപോലെ മഞ്ഞ ബീറ്റ് ചെയ്താണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എഗ്ഗിൻ്റെ വൈറ്റ് കുറച്ച് വീതം ഇതിൽ ബീറ്റ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ എഗ് വൈറ്റിലേക്ക് കുറച്ച് വീതം അത് ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ പതുക്കെ ചെയ്യണം. കാരണം ഇത് പെട്ടെന്ന് നമ്മളെല്ലാം കൂടെ ഒഴിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ആ ഒരു കേക്ക് നല്ലതായിട്ട് കിട്ടില്ല. അപ്പോൾ പയ്യെ സാവകാശം സമയമെടുത്ത് പതുക്കെ ഒന്ന് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിൽ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു മഞ്ഞ കളറിലെ ഒരു കേക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 തുള്ളി യെല്ലോ ഫുഡ് കളറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ എപ്പോഴും മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യണം. സ്പീഡ് കൂട്ടി മിക്സ് ചെയ്യരുത്. അതിനുശേഷം നമ്മളിത് കേക്കിൻ്റെ ടിന്നിലേക്ക് ഞാൻ ഇവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റെങ്കിലും ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അലുമിനിയം പാത്രത്തിലാണ് വയ്ക്കണമെങ്കിൽ 30-35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് കേക്ക് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. സൈഡൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാറിയ ശേഷം മാത്രമേ കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അതിനെ കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ 2 മണിക്കൂറെങ്കിലും നല്ലതുപോലെ തണുക്കാൻ വേണ്ടി വച്ച ശേഷം വേണം നമുക്കിതിനെ കട്ട് ചെയ്യാം. ഇത് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സെയിൽ ചെയ്യാത്തത് കൊണ്ട് ഞാൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ്. നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കിയെടുക്കുക. ഇത് നല്ല ചൂടുണ്ട്. നിങ്ങൾ നല്ലതുപോലെ തണുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല കഷ്ണങ്ങളായിട്ട് നല്ല പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ആ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷനും എല്ലാവരും കൊടുക്കണേ. നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം, അത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കി പഠിക്കുക കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.